സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ഈ വാർത്താ സമ്മേളനം ചേരുന്നത്. എല്ലാ മേഖലയിലും ജനപക്ഷ വികസനം സാധ്യമാക്കി നവകേരള സൃഷ്ടിയുമായി മുന്നോട്ടേക്ക് പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അതിദാരിദ്ര്യം ഇല്ലാതാക്കുകയും 62 ലക്ഷം പേർക്ക് 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുകയും 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയും ലൈഫിലൂടെ 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകിയും പാവങ്ങളെ സർക്കാർ ചേർത്ത് പിടിച്ചു. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും രാജ്യത്തിന് മാതൃകയാവുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കി. 4 ലക്ഷത്തോളം സംരംഭകരെ നമുക്ക് കണ്ടെത്താനായി കഴിഞ്ഞ 5 വർഷം കൊണ്ട്. PSC നിയമനത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാൻ സാധിച്ച PSC നിയമനം നൽകിയത് കേരളത്തിലാണ്. പവർ കട്ടില്ലാത്ത 10 വർഷം ഇടതുപക്ഷം കേരളത്തിന് സമ്മാനിച്ചു. അസാധ്യമാണെന്ന് കരുതിയ ദേശീയപാതാ വികസനവും ഗേൽ പദ്ധതിയും വിഴിഞ്ഞം തുറമുഖവുമെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യത്തോടുള്ള ഇടപെടലിൻ്റെ ഫലമായി നമുക്ക് നേടാൻ സാധിച്ചു. തീരദേശ ഹൈവേയും മലയോര ഹൈവേയും വയനാട് തുരങ്കപ്പാതയും എല്ലാം പുരോഗമിച്ച് വരികയാണ്. കോവിഡും ഓഖിയും പ്രളയവുമെല്ലാം വന്നപ്പോൾ സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിച്ചു. ദുരന്ത നിവാരണത്തിന് ലോക മാതൃകയായി. ഇപ്പോൾ വയനാട്ടിൽ മാതൃകാ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. 2016-ലും 2021-ലും അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ തുടർച്ച 2026-ലും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നവകേരള സൃഷ്ടിക്ക് ശക്തി പകരാൻ, വർഗീയതയെ പ്രതിരോധിക്കാൻ സർക്കാരിനും എല്ലാ പിന്തുണയും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പൊതു സ്വാതന്ത്ര്യം ഉൾപ്പെടെ പൊതുവായിട്ട് പരിശോധിച്ചാൽ വർഗീയതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വർഗീയതയും സംഘർഷവും ഇല്ലാതെ സമാധാനപരമായ ജീവിതം കേരളത്തിന് നൽകാൻ നമുക്ക് സാധിച്ചു. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞങ്ങളിപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. നിലവിലുള്ള 56 MLA-മാർ ഇത്തവണ മത്സര രംഗത്തുണ്ട്. കേരളത്തിന് പുറമെ പുതുച്ചേരി അസംബ്ലിയിലെ മാഹി നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെയും ഞങ്ങൾ ഇതിനോടൊപ്പം പ്രഖ്യാപിക്കുകയാണ്. CPIM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാൾ മത്സരിക്കണം എന്നാണ് PB തീരുമാനിച്ചത്. PB അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. തികച്ചും ജനാധിപത്യ രീതിയിലാണ് CPIM സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തയ്യാറാക്കിയ സാധ്യതാ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും വിശകലനം ചെയ്ത് പ്രാഥമിക പട്ടിക തയ്യാറാക്കി. ഈ പട്ടിക ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റികളിലും ചർച്ച ചെയ്ത് ഇതിന് ശേഷം ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് സംസ്ഥാന കമ്മിറ്റി അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകിയത്. ഈ പട്ടിക കേന്ദ്ര നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഔദ്യോഗികമായി ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാമെന്ന് മുൻകൂട്ടി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ആ കാര്യമാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത്.
ഞാനോരോ മണ്ഡലവും മത്സരിക്കുന്നവരുടെ പേരും പറയാം. മഞ്ചേശ്വരം സഖാവ് KR ജയാനന്ദ, ഉദുമ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, തൃക്കരിപ്പൂർ ഡോക്ടർ VPP മുസ്തഫ, പയ്യന്നൂർ സഖാവ് TI മധുസൂദനൻ, തളിപ്പറമ്പ് സഖാവ് PK ശ്യാമൾ ടീച്ചർ, അഴീക്കോട് സഖാവ് KV സുമേഷ്, കലിയശ്ശേരി സഖാവ് M വിജിൽ, ധർമ്മടം സഖാവ് പിണറായി വിജയൻ, മട്ടന്നൂർ സഖാവ് VK സനോജ്, പേരാവൂർ സഖാവ് KK ശൈലജ ടീച്ചർ, തലശ്ശേരി സഖാവ് കാരായി രാജൻ, മാനന്തവാടി സഖാവ് OR കേളു, സുൽത്താൻ ബത്തേരി സഖാവ് MS വിശ്വനാഥൻ, കുറ്റിയാടി സഖാവ് KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ, പേരാമ്പ്ര സഖാവ് TP രാമകൃഷ്ണൻ, ബാലുശ്ശേരി അഡ്വക്കേറ്റ് KM സച്ചിൻ ദേവ്, കൊയിലാണ്ടി സഖാവ് K ദാസൻ, കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ, ബേപ്പൂർ സഖാവ് PA മുഹമ്മദ് റിയാസ്, തിരുവമ്പാടി സഖാവ് ലിൻഡോ ജോസഫ്, പൊന്നാനി അഡ്വക്കേറ്റ് MK സക്കീർ, വണ്ടൂർ ഡോക്ടർ KK ദാമോദരൻ മാസ്റ്റർ. പെരിന്തൽമണ്ണ സഖാവ് VP മുഹമ്മദ് ഹനീഫ, മങ്കട സഖാവ് MB അരവി, തൃത്താല സഖാവ് MB രാജേഷ്, തരൂർ സഖാവ് PP സുമോദ്, ആലത്തൂർ സഖാവ് TM ശശി, നെന്മാറ സഖാവ് K പ്രേമൻ, ഷൊർണൂർ സഖാവ് P മമ്മിക്കുട്ടി, ഒറ്റപ്പാലം സഖാവ് K പ്രേംകുമാർ, കോങ്ങാട് അഡ്വക്കേറ്റ് K ശാന്തകുമാരി, മലമ്പുഴ സഖാവ് A പ്രഭാകരൻ, കുന്നംകുളം സഖാവ് AC മൊയ്തീൻ, ചേലക്കര സഖാവ് UR പ്രദീപ്, മണലൂർ പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഗുരുവായൂർ സഖാവ് NK അക്ബർ, പുതുക്കാട് സഖാവ് KK രാമേന്ദ്രൻ, ഇരിങ്ങാലക്കുട ഡോക്ടർ R ബിന്ദു, വടക്കാഞ്ചേരി സഖാവ് സേവ്യർ ചിറ്റിലപ്പള്ളി, അങ്കമാലി അഡ്വക്കേറ്റ് സാജു പോൾ, ആലുവ അഡ്വക്കേറ്റ് AM ആരിഫ്, കുന്നത്തുനാട് PV ശ്രീനിജൻ, വൈപ്പിൻ അഡ്വക്കേറ്റ് MB ഷൈനി, കളമശ്ശേരി സഖാവ് P രാജീവ്, തൃക്കാക്കര അഡ്വക്കേറ്റ് പുഷ്പദാസ്, കൊച്ചി KJ മാക്സി. തൃപ്പൂണിത്തുറ അടുത്ത 47 തൃപ്പൂണിത്തുറ സഖാവ് KN ഉണ്ണികൃഷ്ണൻ, കോതമംഗലം സഖാവ് ആൻ്റണി ജോൺ, ഉടുമ്പൻചോല സഖാവ് KK ജയേന്ദ്രൻ, ദേവികുളം അഡ്വക്കേറ്റ് A രാജ, ഏറ്റുമാനൂർ സഖാവ് VN വാസവൻ, കോട്ടയം അഡ്വക്കേറ്റ് K അനിൽകുമാർ, പുതുപ്പള്ളി സഖാവ് KM രാധാകൃഷ്ണൻ, അരൂർ സഖാവ് ദിലീമ, ആലപ്പുഴ സഖാവ് PP ചിത്തരഞ്ജൻ, അമ്പലപ്പുഴ സഖാവ് H സലാം, കായംകുളം അഡ്വക്കേറ്റ് U പ്രതിഭ, ചെങ്ങന്നൂർ സഖാവ് സജി ചെറിയാൻ, മാവേലിക്കര സഖാവ് MS അരുൺകുമാർ, ആറന്മുള സഖാവ് വീണ ജോർജ്, കോന്നി അഡ്വക്കേറ്റ് KU ജിനേഷ് കുമാർ, കൊട്ടാരക്കര സഖാവ് KN ബാലഗോപാൽ, കുണ്ടറ സഖാവ് SL സജികുമാർ, ഇരുവിപുരം സഖാവ് M നൌഷാദ്, കൊല്ലം സഖാവ് S ജയമോഹൻ, വർക്കല അഡ്വക്കേറ്റ് V ജോയി, ആറ്റിങ്ങൽ സഖാവ് OS അംബിക, വാമനപുരം അഡ്വക്കേറ്റ് DK മുരളി, കഴക്കൂട്ടം സഖാവ് കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവ് അഡ്വക്കേറ്റ് VK പ്രശാന്ത്, നേമം സഖാവ് V ശിവൻകുട്ടി, കാട്ടാക്കട അഡ്വക്കേറ്റ് IB സതീഷ്, അരുവിക്കര അഡ്വക്കേറ്റ് G സ്റ്റീഫൻ, നെയ്യാറ്റിങ്കര സഖാവ് K ആൻസലൻ, പാറശാല സഖാവ് CK ഹരീന്ദ്രൻ. ഇത് പാർട്ടി. ആലുവ പറഞ്ഞല്ലോ നേരത്തെ. ചാലക്കുടിയൊന്നും നമ്മുടെ സീറ്റല്ല, കേരള കോൺഗ്രസിൻ്റെ.
പാലക്കാട് സ്വതന്ത്രനാണ്, ഞാൻ പറയാം. ഇപ്പോൾ 75 നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ പാർട്ടി സ്ഥാനാർത്ഥികൾ എന്ന രീതിയിലാണ് മത്സരിക്കുക. പിന്നെ സ്വതന്ത്രന്മാർ കുന്നമംഗലം PTA റഹീം, താനൂർ വി അബ്ദുറഹ്മാൻ, വേങ്ങര മുഹമ്മദ് സബാഹ് കുണ്ടുകുഴിയിൽ, നിലമ്പൂർ യു ഷറഫലി, തവനൂർ KT ജലീൽ, ചവറ ഡോക്ടർ സുജിത് വിജയൻ. ഈ 6 പേര് സ്വതന്ത്രന്മാരായിട്ട് പാർട്ടി സീറ്റിലെ സ്വതന്ത്രന്മാരായിട്ട് മത്സരിക്കുന്നവരാണ്. പിന്നെ ചില സീറ്റുകളിൽ ഇനി സ്വതന്ത്രന്മാരെ നിശ്ചയിക്കേണ്ടതുണ്ട്, അത് പിന്നീട് നിശ്ചയിക്കുക ചെയ്യും. കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി, തിരൂർ, പാലക്കാട്. കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി, തിരൂർ, പാലക്കാട്. ഇത് സ്വതന്ത്രന്മാരാണ് മത്സരിക്കുന്നത്. അപ്പോൾ അത് പിന്നീട് തീരുമാനിക്കും. മാഹി ഈ പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടാണ്. അഡ്വക്കേറ്റ് T അശോക് കുമാർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. അഡ്വക്കേറ്റ് T അശോക് കുമാർ. പാലക്കാട് കഴിഞ്ഞു. അല്ല, കൊണ്ടുവന്നില്ല, തിരക്ക് പിടിക്കണ്ടല്ലോ, അത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുക. അതെല്ലാം വിസ്മയ പാർക്ക് കിട്ടില്ല. അല്ല, കേരള കോൺഗ്രസും അതുപോലുള്ള എല്ലാവരുമായിട്ടുള്ള ചർച്ച ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ്. അതല്ല, നമുക്ക് സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണമല്ലോ. അവരെ കോവളത്തൊക്കെ നമ്മുടെ സീറ്റിൽപ്പെട്ടതല്ല, പാർട്ടി ആരുടെ സീറ്റ് ഏറ്റെടുക്കുന്നില്ല. അതെങ്ങനെ തീരുമാനിക്കുന്നത്? ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ തീരുമാനിക്കേണ്ടതല്ലോ. CPIMൻ്റെ സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് ഞാൻ പറഞ്ഞത്. ഇനി സ്വതന്ത്രന്മാരായിട്ട് 5 സീറ്റ് കൂടി പ്രഖ്യാപിക്കാനുണ്ട്. ആ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഞങ്ങളുടെ മത്സരിക്കുന്ന എല്ലാ സീറ്റും പൂർണ്ണമാവും. അത് 2 ദിവസം കൊണ്ട്. അതുൾപ്പെടെയാണ് 87. ഇല്ല 86 ഉദ്ദേശിച്ചു. കോവളം മണ്ഡലത്തിലെ ISKDക്ക് പോലും അവിടെ സ്ഥാനാർത്ഥി അല്ല, അതൊക്കെ ചർച്ച ചെയ്ത് പൂർത്തിയായിട്ടില്ല. ഇല്ല. അതിപ്പോൾ അതിൻ്റെ കേസ് 16-ാം തീയതിയാണ് അതിൻ്റെ വിധി. നാളെ കേസിൻ്റെ വിധിയും കൂടി നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അയാൾ സ്വന്തമായിട്ട് തന്നെയല്ല മത്സരിച്ചത്. അല്ലല്ല, ആര് പറഞ്ഞു? അതിപ്പോൾ അവർ മാത്രമല്ല, നമ്മൾ സ്വതന്ത്രന്മാരായിട്ടുള്ള ആളുകളൊക്കെ എത്രയോ കാലമായിട്ട് നമുക്ക് സ്വതന്ത്രന്മാരെന്ന രീതിയിൽ തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ചവറയിലോ? അല്ല, സ്വതന്ത്ര ചിഹ്നത്തിൽ. തവനൂർ KT ജലീൽ മുമ്പ് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ മത്സരിച്ചു. അദ്ദേഹം പാർട്ടി മെമ്പർ ഒന്നുണ്ട്. താനൂരും അത് തന്നെയാണ്. സ്വതന്ത്രനായിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഓരോന്നോരോന്നും പറയേണ്ടില്ല. അതിൻ്റെ ഓരോ കാരണങ്ങളെ പറ്റിയല്ലല്ലോ. ഏതായാലും ഇപ്പോഴും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടില്ല. അതെ, അത് തന്നെ പ്രഖ്യാപിച്ചു. അത് ഒഴിച്ചിട്ടില്ല. അതിനെന്തെങ്കിലും വലിയ കുഴപ്പം? 5 ഒഴിച്ചിട്ട് അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഞങ്ങൾ ഉറപ്പായിട്ട് തീരുമാനിച്ച സ്വതന്ത്രന്മാരുടെ പറ്റി പറഞ്ഞത്.
ഇനി സ്വതന്ത്രന്മാരായിട്ട് തന്നെ മത്സരിക്കുന്ന ചിലരെ തീരുമാനിക്കേണ്ടിയുണ്ട്. അത് തീരുമാനിച്ചിട്ട് പറയാം. 2 ദിവസം മാക്സിമം 2 ദിവസം. ഇനി സമയമില്ലല്ലോ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും. അതുപോലെ വലിയ സമയമില്ല. വിഷുവിന് മുമ്പ് തന്നെ ഇലക്ഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേഗം തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് പോകേണ്ടി വരും. ഏപ്രിൽ 9-ാം തീയതിയാണല്ലോ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. പ്രാദേശികമായി ചില എതിർപ്പുകൾ, ഉദാഹരണം മഞ്ചേശ്വരം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പ്രാദേശികമായ എതിർപ്പുകളെ കണക്കെടുക്കാതെ നമ്മൾ തീരുമാനിച്ചതാണ്. അല്ല, മഞ്ചേശ്വരത്ത് എന്ത് എതിർപ്പുണ്ട്? അതൊക്കെ അഭിപ്രായങ്ങളൊക്കെ സഹാക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കണക്കിലെടുക്കണ്ടില്ല.